ഇന്നൊരു സ്പെഷ്യൽ കറിയാണ്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് തക്കാളി, പച്ചമുളക്, സവാള, കുറച്ച് സ്പൈസസ്, കാഷ്യൂനട്ട്, പിന്നെ ആവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം കൂടി ഇടുന്നുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. ഞാൻ വളരെയധികം ചിലവ് കുറച്ചാണ് ഇത് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. ഹൈലൈറ്റ് ആണ് ഈ സാധനം. കഞ്ചാവ് ഉണക്കി പൊടിച്ചത്. അപ്പോൾ പറഞ്ഞതുപോലെ ഇത് കഞ്ചാവ് ഉണക്കി പിടിച്ചതല്ല, ഇതാണ് കസ്തൂരി മെത്തി. ഇതിട്ടെങ്കിൽ ഈ കറിക്ക് ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെക്കണം, വേവിച്ചെടുക്കണം. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റാണ്, പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ബട്ടറൊക്കെ ഇട്ടിട്ട് അതിനകത്തോട്ട് നമ്മുടെ പനീർ നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പനീറിനകത്തോട്ട് കുറച്ച് കോൺഫ്ലവറും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ അതൊന്ന് മൊരിച്ചെടുക്കണം. ചെറിയ രീതിയിലൊന്ന് മരിച്ചാൽ മതി. എന്തായാലും എൻ്റെ നല്ല രീതിയിൽ അങ്ങ് കരിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തുണ്ടാക്കിയാലും ഈ പരുവത്തിൽ എന്തായാലും ഈ പരുവത്തിൽ എടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനതങ്ങ് കഴിക്കുകയും ചെയ്ത്. പിന്നെ സെയിം അതേ പാനിലോട്ട് കുറച്ച് സവാളയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഞാൻ മറന്നുപോയ വെളുത്തുള്ളി ഇടുക അതിനകത്തൊട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ല രീതിയിൽ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. പിന്നെ വഴണ്ട് വന്ന സവാളയിലോട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അധികം ആവശ്യം നമ്മൾ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ നമ്മുടെ ആ മസാലക്കൂട്ട് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ച ഇതാണ് നമ്മൾ പച്ചമണം മാറുന്നത് വരെ ഈ സവാളയും തക്കാളിയും കൂടെ വഴൻ്റെ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഇത് അടിക്ക് പിടിക്കുകയൊന്നും ചെയ്യരുത്. അത്യാവശ്യം തിക്കായിട്ട് നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട, പക്ഷെ വെള്ളം ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. ഞാനത് അരപ്പ് കലക്കിച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് പനീർ ഇട്ട് കൊടുക്കണം. ഒരു രക്ഷയില്ല. പച്ചമുളക് 2 കൂടുതലിട്ടുകൊണ്ട് നല്ല എരിവുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഞാൻ പനീറൊക്കെ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് വിതറിയിട്ടൊന്ന് അടച്ച് വെക്കണം. ഇതും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഫ്രഷ് ക്രീം ഒഴിക്കണം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുത്തിരിക്കുന്ന ഫ്രഷ് ക്രീം മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കൊള്ളത്തില്ല, പന്നലായിപ്പോൾ. അപ്പം ഞാൻ ക്രീം ഇച്ചിരി തോനെ ഒഴിക്കുന്നുണ്ട്, കാരണം എരിവൊന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. ക്രീമി ആൻഡ് ജ്യൂസി.